ഹായ് സോൾസ്, സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അവർക്ക് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്താണ്. ഓക്കെ, പ്ലീസ് യൂണിവേഴ്സ്. ഓക്കെ, ഫസ്റ്റ് പേജ് ഓഫ് കപ്സ് ആണ്, ദ വേൾഡ്, കിങ് ഓഫ് പെൻറ്റിക്കിൾ, പേജ് ഓഫ് വാൻസ്, വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് സെവൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് നൈറ്റ് ഓഫ് സോർഡ്സ്, ത്രീ ഓഫ് കപ്സ്, എയ്റ്റ് ഓഫ് പെൻറ്റിക്കിളാണ് ബോട്ടം ഓഫ് ഡെക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ഹാങ്ഡ് മാൻ. നോക്കാം, നിങ്ങളിഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ഒക്കെ. പക്ഷേ നിങ്ങളുടെ എനർജി കിട്ടണമെങ്കിൽ, ഇതിൽ ഇൻക്ലൂഡ് ആവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഒന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അവർക്ക് നിങ്ങളോട് വല്ലാത്തൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അവർ ട്രൂ ഫീലിങ്സ് ആണ് അവർക്ക്. അതായത് അവർക്ക് നിങ്ങളോട് സത്യസന്ധമായിട്ടുള്ളൊരു ലവബിളാണ്, ലവ്വിങ് ആണ്. പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് വരണം, നിങ്ങൾക്കൊരു കപ്പ് ഓഫർ ചെയ്യണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളെ അങ്ങനെയൊക്കെ ഉള്ളൊരു ആഗ്രഹമാണ്. ദ വേൾഡ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ അവരുടെ ലോകമായിട്ടാണ് കാണുന്നത്. കിങ് ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അവരൊരു കിങ്ങിൻ്റെ ഒരു എനർജി ആയിരിക്കാം, ഒരു അധികാരത്തിൻ്റെ ഒരു പദവി. ചിലപ്പോൾ അവരുടെ കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ ഭയങ്കര ഒരു പദവിയുള്ള ഒരാളായിരിക്കാം ആ ഒരു പേഴ്സൺ. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. പേജ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലപോലെ നിരീക്ഷിക്കുന്നുണ്ട്, നിങ്ങളിൽ എങ്ങനെയാണ് ഞാൻ കംഫർട്ടബിൾ ഉണ്ട് നിങ്ങളിൽ. പക്ഷേ അവർ ആകെ സ്റ്റക്കായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ സ്റ്റെക്നെസ്സിലൂടെ അവർക്ക് ആക്ഷൻ എടുക്കണമെന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിരിക്കുന്നത്. കാലചക്രം നിങ്ങൾക്കായി കറങ്ങി വരും എന്നാണ് പറയുന്നത്. ഒരു സമയപരിധിൻ്റെ ഉള്ളിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് പറയുന്നത്. അതായത് അവർ ആക്ഷൻ എടുക്കാൻ സാധ്യതയുണ്ട്, നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്, നിങ്ങളായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യണമെന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർ ഹാങ്ഡ് മാൻ എന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ആയി വരണം എങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ മാറിക്കിട്ടണം. അതായത് സമയം കറങ്ങി ആ ഒരു സിറ്റുവേഷനിലേക്ക് പോവാണ്. ഓക്കെ, അതിനൊരു ടൈമിംഗ് ലൂപ്പ് ഉണ്ട്. ആ ടൈമിംഗ് ലൂപ്പ് വരെ ഇങ്ങനെയുള്ളൊരു സ്ട്രഗിളിങ് സിറ്റുവേഷനിലാണ് അവർ കിടന്ന് കളിക്കുന്നത്. അവർക്ക് എന്താ പറയുക, ആക്ഷൻ എടുക്കാനുള്ളൊരു പേടിയും മടിയും ഒക്കെ ഉണ്ടാവും. പക്ഷേ അവർ നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു സത്യസന്ധമായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ അവർക്ക് സത്യസന്ധമായിട്ടുള്ളൊരു ഫീലിങ്സാണ് നിങ്ങളോടുള്ളത്. കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത് ജോലിയിലും മറ്റുള്ള കാര്യത്തിലായിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളെ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് ആക്ഷൻ എടുക്കണമെന്നുണ്ട്, നിങ്ങളിലേക്ക് സെലിബ്രേഷൻ ചെയ്യണമെന്നുണ്ട്, നിങ്ങളെയും കൂട്ടിയിട്ട്. അങ്ങനെയൊക്കെയുണ്ട്. അവർക്ക് നിങ്ങളെ കാണണമെന്നുണ്ട്, സംസാരിക്കണമെന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഒരു സമയം കഴിയണം. അതായത് ആ ഒരു ടൈമിംഗ് ലൂപ്പ് കഴിയണം. നിങ്ങളിലുള്ള ഒബ്സർവ് ആയിട്ടുള്ള എന്താ പറയുക, നിങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ആ ഒരു സംഭവങ്ങളൊക്കെ മാറി മറിയുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, മാറി മറിയുന്നു. അത് ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് അവർ പോകുന്നത്. ഏതൊരു മനുഷ്യനും എന്താ പറയുക, ഹീലിംഗ് വേണം അല്ലേ? എന്ത് വിഷമങ്ങളും ഉള്ളിൽ എന്തെങ്കിലും ഇമോഷണൽപരമായിട്ടാണെങ്കിലും എന്തെങ്കിലും സഫറിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളിലുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുക, ഹീലിംഗ്. അതായത് നമ്മൾ ഒറ്റപ്പെട്ട് നിന്നാലേ ആ ഒരു ഒറ്റപ്പെടലിൻ്റെ ആ ഒരു വേദനയിൽ നമുക്ക് ഹീലാവാൻ കഴിയുള്ളൂ. വേറെ ആര് കൂടെ ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഒറ്റപ്പെടലിലെ നമ്മളുടെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുള്ളൂ, അവേക്കനിങ്. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർ പോകുന്നത്. അത് കഴിഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് തിരികെ വരും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഗൈഡൻസ് നോക്കാം യൂണിവേഴ്സിൻ്റെ. പ്ലീസ് യൂണിവേഴ്സ്, ഗൈഡൻസ് പ്ലീസ്. യെസ്, 3 കാർഡാണ് ഞാൻ തിരിക്കുന്നത്.
ത്രീ ഓഫ് കപ്സിനാണ് ഇവിടെയും ത്രീ ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സെലിബ്രേഷൻ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, അവർ തിരികെ വരുമ്പോൾ ഉണ്ട്. ഹാങ്ക്ഡ് മാൻ എന്നാണ് വന്നിരിക്കുന്നത്, ഇവിടെ ഹാങ്ക്ഡ് മാൻ വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആ ഒരു എനർജിയിൽ നിൽക്കരുത് എന്നാണ് പറയുന്നത്. കിങ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്. ദ മൂൺ, അതായത് ഇമോഷൻ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. നിങ്ങളിൽ സ്റ്റക്കായിട്ടുണ്ടായിരിക്കാം, അവരിലും സ്റ്റക്കായിട്ടുണ്ടായിരിക്കാം. ഇനി എന്ത് മുന്നോട്ട് എങ്ങനെ പോകും, ആ ഒരു സപ്രഷൻ പീരീഡിൽ നിങ്ങൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക. അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു വ്യക്തിയെ മറക്കാനല്ല പറയുന്നത്, ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊന്ന് മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾ മൈൻഡ് ഒന്ന് റീഫ്ലക്ട് ചെയ്യുക, അതേപോലെ ഫ്രീ ആക്കി വിടുക. കിങ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അധികാരത്തിലേക്ക് വരിക എന്നാണ് പറഞ്ഞത്. അധികാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഉറച്ച് പിടിച്ച് നിൽക്കുക. ഓക്കെ, നിങ്ങൾ ആ ഒരു ഇമോഷനിൽ തളർന്നു പോകരുത്. നിങ്ങൾ നിങ്ങളുടേതായ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക, ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യുക. അതിനുള്ള സന്ദർഭവും എല്ലാം യൂണിവേഴ്സ് തരും എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു താൽക്കാലികമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതൊക്കെ മാറി മറിയും, സാഹചര്യങ്ങൾ മാറി മറിയും. ആ ഒരു സിറ്റുവേഷൻ മാറി മറിയുന്നതോടു കൂടി തന്നെ നിങ്ങളിൽ അവർ തീർച്ചയായും വന്നിരിക്കുമെന്നാണ് പറയുന്നത്. അതിൽ നിങ്ങൾ ഇമോഷൻപരമായിട്ട് സ്റ്റക്കാവരുത്. സ്റ്റക്കാവും തോറും നിങ്ങൾ ആ ലൂപ്പിൽ തന്നെ പെട്ടു പോകും എന്നാണ് പറയുന്നത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.